I know I have a lot of options. Okay, and I can choose from that. And life is a process. Okay. ഇന്നല്ല എല്ലാം അവസാനിക്കാൻ പോകുന്നത്. It's a process. So I can keep learning. I can keep making mistakes. And I don't have to be afraid. I know who I am. It's okay if I make a mistake. I will survive it. I will learn something from it. And I will grow from it. So I have a growth mindset. Understood? ഓക്കെ ആഡിങ് ടു ദാറ്റ് ഇപ്പൊ ഒരു വൈബ് ചെക്ക് ഉണ്ടാവല്ലോ, അതായത് വേവ് ലെങ്ത് മാച്ച് ആവുക, നമ്മളായിട്ട് സെറ്റായി പോകുന്ന ആൾ, Yeah. അതെങ്ങനെ ക്രാക്ക് ചെയ്യും? You are asking me എങ്ങനെ നമ്മൾ ഒരാളോട് വൈബ് ഉണ്ടാക്കാം? കൂട്ടാവും അല്ലെങ്കിൽ ഫ്രണ്ട് ആവും, അതായത് നമുക്കൊരു ഇന്നർ സർക്കിൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഏറ്റവും ചെറിയ സർക്കിൾ, നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരാളെ ഫ്രണ്ട് ആവാം, എങ്ങനെ എന്ത് രീതിയിലും മാം ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഇന്നർ സർക്കിളിലേക്ക് ഒരാൾ എടുക്കണമെങ്കിൽ അതെങ്ങനെ മാം തീരുമാനിക്കും? വാട്ട്സ് ദ ക്രൈറ്റീരിയ? For a woman, it is necessary to be a lady. നമ്മൾ എന്ത് പറഞ്ഞാലും മാനേഴ്സ് ഉണ്ട്, കേർട്ടസി ഉണ്ട്, അത് വളരെ ആവശ്യമാണ്, വളരെ ആവശ്യമാണ്. So as a man, you gave me so much respect when I came here. Yeah. And so അത് തന്നെ it creates an impression in my mind. So it's very important for me to behave like a lady, very important for me to see you behaving like a gentleman. Good. That's the start. Second, my boundaries. I am telling you, by my diplomatic answers, I am telling you, I am not allowing you more access than this. This is the maximum I am going to give you. അത് നിങ്ങൾ ഏത് രീതിക്ക് അപ്രോച്ച് ചെയ്താലും അങ്ങനെ ചുറ്റിക്കറങ്ങി അവിടെ തന്നെ ഞാൻ കൊണ്ടുവരും അത്. So you have to understand what are your boundaries. Yes. And the other person has to respect that too. But when the other person is giving respect to the boundary, that increases the respect in my heart for them. Okay. And then you build on that. Slowly develop on it. അങ്ങനെ പെട്ടെന്ന് one day friendships അല്ലല്ലോ. That's not a healthy thing. ആക്ടേഴ്സിനെ മറ്റ് ആക്ടേഴ്സ് തൊടുന്നത് സീനിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. Okay. സോ ഇപ്പൊ തന്മാത്ര എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ സീൻ, പപ്പടം പൊള്ളിക്കാം, വേണേ പൊള്ളിക്കാം, അതെന്താ വേണേ പൊള്ളിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് മാമിനെ ടച്ച് ചെയ്യുന്ന ലാൽ സാർ. സോ നിങ്ങളവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക പ്രോബബ്ലി വേണമെങ്കിൽ ഒരു 60-65 ഡേയ്സ് ഒക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ആ സിനിമ. എനിക്കറിയില്ല എത്ര നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ആ ഡേയ്സിനുള്ളിൽ ഇറ്റ്സ് നോട്ട് കെമിസ്ട്രി ആക്ച്വലി, അതൊരു വാംത്താണ്, ഒരു ഫാമിലിയുടെ അകത്തുള്ള ഒരു വാംത്താണ്. അതായത് സ്വന്തം ഭാര്യനെ ഭർത്താവിന് കണ്ണടച്ചിട്ടായാലും ഇങ്ങനെ തൊടാൻ പറ്റുമല്ലോ, അതൊരു എന്താ പറയുക കുറെ കാലം കൊണ്ടുണ്ടാവുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണല്ലോ. അതെങ്ങനെ അച്ചീവ് ആയി ആ പടത്തിൽ? We are all professionals. Yes. On the set, everybody, the cast, crew, all of us are professionals. We all know what is required from us. നമ്മൾ എല്ലാവരും ചെയ്യാനുള്ളത് എന്താണ്, നമുക്ക് എല്ലാവരുടെ ജോബ് പ്രൊഫൈൽ എന്താണ്, ഞങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റേഷൻസ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു. ഈവൻ ഇൻക്ലൂഡിങ് ആ ചെറിയ കുട്ടി പോലും, യുനോ, നിരഞ്ജനയ്ക്കും അർജുനും എല്ലാവരുടെ എന്താണ് വർക്കിന് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ ആ സെറ്റിൽ പോയപ്പോൾ തന്നെ പ്രിപ്പയർഡ് ആയിട്ട് പോകും. ആൻഡ് കൂടെ അഭിനയിക്കുന്നത് മോഹൻലാൽ സാറാണ്. ഈസ് എ ലിവിങ് ലെജൻഡ്. സോ ഐ വാസ് വെരി ഈഗർ ദാറ്റ് ഞാൻ ചെയ്യുന്ന ഈ എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റിൽ തന്നെ ഞാൻ അവിടെ ആ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴേ ഞാൻ കാരണം മറ്റ് ആക്ടേഴ്സിന് ബുദ്ധിമുട്ടാവരുത്. ബിക്കോസ് ഐ എം നോട്ട് പ്രിപ്പയർഡ്. എനിക്ക് പ്രിപ്പയർഡ് ആയിട്ട് പോകാൻ വളരെ ഐ റിയലി ലൈക്ക് ദാറ്റ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം ഏതൊരു സിറ്റുവേഷനിലും. എനിക്കത് ഫസ്റ്റ് ടൈം ആയിരുന്നു ദാറ്റ് ഐ വാസ് ഡൂയിങ് മലയാളം. അതിനു മുൻപ് ഞാൻ ഹിന്ദിയിൽ, പിന്നെ തമിഴിൽ, മറാഠിയിൽ, തെലുഗുവിൽ അങ്ങനെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സോ as far as having that professional, it has always been there. I've been working since I was 17 years old. When I did Tanmatra, I was 23. So I already had that many years of understanding, and I see it from a very technical perspective. All the work I do, ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കും അതേപോലെയാണ് എല്ലാ ആക്ടേഴ്സിനും. ഞങ്ങളത് വളരെ ഒരു ടെക്നിക്കലായ രീതിക്കാണ് അത് ഞങ്ങൾ നോക്കുന്നത്. കാരണം നമുക്ക് അതിന്റെ മൈൻഡ് സെറ്റ് അറിയാം. ഈ റിസർച്ച് പാർട്ടപ്പോൾ എവിടെ? ഇപ്പൊ ട്രിവാൻഡ്രത്തെ ഒരു ഇടത്തരം വീട്ടമ്മ, ആ എക്സ്പീരിയൻസ് അറിയില്ലല്ലോ, ആ വേൾഡിലേക്ക് പോയിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ഇത് എങ്ങനെ ബ്ലെസ്സിസറായിട്ടുള്ള കോൺവെർസേഷൻ കാരണമാണോ, അതോ മീര ഒരു ഓൺ റിസർച്ച് നടത്തുന്നുണ്ടോ? ബോഡി ലാംഗ്വേജ്, ദ വേ ഷി ലുക്സ്, അതിനൊക്കെ? ബ്ലെസ്സി സാറിനോടായിരുന്നു എൻ്റെ ഫസ്റ്റ് മീറ്റിംഗ്. അവിടെ തന്നെ സാർ എന്നോട് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ്, ഇതാണ് സബ്ജക്റ്റ്, ഇതാണ് ക്യാരക്ടറിൻ്റെ ബേസ് ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു.
അതിൽ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആയി. അത് കഴിഞ്ഞിട്ടുള്ള റീസെർച്ച് ആൻഡ് സ്റ്റഡി ആയിരുന്നു എൻ്റെ അമ്മ. Because she already has 2 children, me and my younger sister. Appo everything was about watching her, checking her body language, seeing how she behaves, her chemistry with my father. അപ്പോഴാണ് ഞാൻ അത് ഒരു ആ രീതിക്ക് അത് ഞാൻ കാണാൻ തുടങ്ങിയത്. That helped me to present myself as ലേഖ. അപ്പോൾ ലേഖ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഞാനേ അല്ല, അതെൻ്റെ അമ്മയാണ് ശരിക്കും. അപ്പോൾ ആ ക്യാരക്ടറിനെ കാണുമ്പോൾ തന്നെ അത്രമാത്രം സ്നേഹം, അത്രമാത്രം ഒരു വാംത്ത് തോന്നും നമുക്ക്. പെട്ടെന്ന് അവരെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ഫാമിലി പോലത്തെ ഒരു ഫീലിംഗ് വന്നോളും. ദാറ്റ് ഈസ് ദ വേ മൈ മദർ ഇസ് ആസ് എ പേഴ്സൺ. So it was easy for me because I had such a beautiful role model right in front of me. I just had to copy her. ഇപ്പൊ കല്യാണമരം എന്നുള്ള സിനിമ എടുക്കുക, അപ്പോൾ ഒരു ഗേൾ ചൈൽഡ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ സീൻസ് ഉണ്ടാവുമല്ലോ. സോ അതിലിപ്പോ ചിലപ്പോൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാവാം, ചിലപ്പോൾ ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിരിക്കാം. ഇത് ഇന്ന് നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടാണ് ഇത് പോർട്രേ ചെയ്തുകൊണ്ടിരിക്കണേ. ഒരു തരം പോലും സിനിമാറ്റിക് അല്ല നമ്മളിപ്പോഴും. സോ അത് ഡീൽ ചെയ്യുമ്പോൾ ആക്ടേഴ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, ഡയറക്ടർ ആയിട്ടുള്ള കാര്യങ്ങൾ, മീരയുടെ മാമിൻ്റെ ഓൺ ഇംപ്രവൈസേഷൻസ്, അതൊക്കെ കല്യാണമരത്തിൽ എങ്ങനെയാണ് വർക്ക് ആയിട്ടുള്ളത്? ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയാം. ഞാൻ ഏതൊരു വർക്കിൽ ചെല്ലുമ്പോഴും എൻ്റെ മെയിൻ പ്രയോറിറ്റിയാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എല്ലാവരെയും ഒബ്സർവ് ചെയ്യുക. പിന്നെ ആവശ്യമുള്ള ഇൻഫർമേഷൻ ഞാൻ വാങ്ങിയെടുക്കുക. അതിന് നമുക്ക് ഡയറക്ടേഴ്സ് ഉണ്ട്, അസോസിയേറ്റ് ഉണ്ട്, അസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ നമുക്ക് കൂടെ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിൽ ഉള്ളവരുണ്ട്. എല്ലാവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, എല്ലാവരും വർക്ക് ചെയ്യുന്ന രീതി എന്താണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് അവരോട് ഒരു കംഫർട്ട് ലെവൽ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്യാനുള്ള സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം. ദാറ്റ് ഈസ് ദ ടൈം ഐ ലൈക്ക് ടു ടോക്ക് മോർ. ദാറ്റ് ഈസ് ദ ടൈം ഐ ലൈക്ക് ടു ഷോ വിത്ത് മൈ വർക്ക്. അപ്പോൾ ഒരു ഷോട്ടിന് മുൻപത്തെ സമയം ആദ്യം അതുവരെ കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ആ ആക്ഷൻ പറയുന്ന സമയമാണ് യു ബിക്കം ഫ്രീ. ഐ സ്റ്റാർട്ട് പെർഫോമിങ്, ഐ സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് അറ്റ് ദാറ്റ് ടൈം. അത് കഴിഞ്ഞിട്ട് അഗൈൻ ഐ ലൈക്ക് ടു ഗോ ബാക്ക് ഇൻ ടു മൈ ഷെൽ അല്ല, ഇൻ ടു മൈ സ്പേസ് വേർ ഐ ക്യാൻ സീ പീപ്പിൾ അഗൈൻ. കാരണം അത് കാണും തോറും, ഒബ്സർവ് ചെയ്യും തോറും, കേൾക്കും തോറുമാണ് നമുക്ക് നോളജ് കൂടുന്നത്, നമുക്ക് ഇനി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഫോക്കസ് ഇസ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ ലേൺ ബെറ്റർ വേർഷൻ, അങ്ങനെ ഒരുപാട് വാക്കുകൾ ഇപ്പൊ തന്നെ മാം ഉപയോഗിച്ചു ഇന്റർവ്യൂവിനകത്ത്. സോ ഇത് എത്രമാത്രം ഇതിന്റെ ഒരു ഇന്റേണൽ പ്രോസസ് എത്രമാത്രം ഉണ്ട് ടു ബി ദ ബെറ്റർ വേർഷൻ, ടു ബി ദ അപ്ഡേറ്റഡ് വേർഷൻ? അതിന് എത്രമാത്രം ഫിസിക്കലി അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മെന്റലി അത് എത്രമാത്രം നടക്കുന്നുണ്ട് ഇപ്പൊ ഫോർ മീ? യെസ്. ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെ, ലൈക്ക് ഐ സെഡ്, ഞാൻ ഒരു 25 years കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് ടു ലേൺ. ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഐ ഡോണ്ട് നോ ദെം. ഐ ഡോണ്ട് നോ സോ മച്ച്. ആൻഡ് എവറി ഡേ this cinema industry, the technicians and everything, the knowledge is just increasing by the day. I feel like ഞാൻ ഔട്ട്ഡേറ്റ് ആയി പോകുന്നുണ്ട്.